പതിറ്റാണ്ടുകൾക്കു ശേഷം കേരളം കണ്ട ഏറ്റവും വലിയ അത്ഭുത പ്രതിഭാസത്തിന് സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ് ഇവിടുത്തെ ജനങ്ങൾ. ഭരണ തുടർച്ചയുടെയും ഇരട്ടച്ചങ്കന്റെയും കരുത്തിൽ ആകാശത്തോളം ഉയർന്ന LDFന്റെ വിമാനമാണിപ്പോൾ റൺവേ പോലും കണ്ടെത്താനാവാതെ തകർന്നടിഞ്ഞിരിക്കുന്നത്. ഇത്രയും കാലം എല്ലാം ശരിയാകുമെന്ന് കേട്ട് ശീലിച്ച ജനങ്ങളൊടുവിൽ എല്ലാം ശരിയാക്കി കൊടുത്തു എന്നാണ് ഫലങ്ങൾ സൂചിപ്പിക്കുന്നത്. സെക്രട്ടേറിയറ്റിലെ ഫയലുകൾക്ക് തീ പിടിക്കുന്നതിനേക്കാൾ വേഗത്തിലാണ് ഇത്തവണ LDFന്റെ സീറ്റുകൾ കത്തിത്തീർന്നത്. ക്യാപ്റ്റൻ നയിക്കുന്ന കപ്പൽ പാറയിൽ ഇടിച്ചു തകരുമ്പോൾ ലൈഫ് ജാക്കറ്റ് ഇല്ലാതെ നീന്തി രക്ഷപ്പെടാൻ നോക്കുന്ന അണികളുടെ ദയനീയ കാഴ്ചയാണ് വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ ഉടനീളം കാണാൻ സാധിച്ചത്. PR ഏജൻസികൾ പെയിന്റടിച്ചു മിനുക്കിയ വികസനത്തിന്റെ തിളക്കം വോട്ടർമാരുടെ കണ്ണുകളിൽ അടിച്ചപ്പോൾ അവർ കണ്ണടച്ചു കളഞ്ഞു എന്നതാണ് ഇടതുകോട്ടകളുടെ പതനത്തിന് പ്രധാന കാരണം. കിറ്റിലെ ശർക്കരയുടെ മധുരം കുറഞ്ഞു പോയതാണോ അതോ സ്വർണ്ണക്കടത്തിന്റെ തിളക്കം കൂടിപ്പോയതാണോ പരാജയത്തിന് പിന്നിലെന്ന് പാർട്ടി ഓഫീസുകളിൽ ഇപ്പോൾ ഘോരഘോരം ചർച്ച നടക്കുന്നുണ്ടാവും. അരിവാൾ കൊണ്ട് വോട്ട് കൊയ്യാൻ പോയവർക്ക് ഒടുവിൽ കിട്ടിയത് കൈപ്പത്തിയുടെ പ്രഹരമാണെന്ന് സാരം. സോഷ്യൽ മീഡിയയിലെ സൈബർ പോരാളികൾ ക്യാപ്സൂളുകൾ നിർമ്മിക്കാൻ മറന്നുപോയതാണോ അതോ ജനങ്ങൾ പഴയ ക്യാപ്സൂളുകൾക്ക് പ്രതിരോധ ശേഷി നേടിയെടുത്തതാണോ എന്നും പരിശോധിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും അടുത്ത 5 വർഷത്തേക്ക് മാന്യമായി പ്രതിപക്ഷത്തിരിക്കാനുള്ള ജനവിധി LDF ഇരുകയും നീട്ടി സ്വീകരിച്ചിരിക്കുകയാണ്. തിരഞ്ഞെടുപ്പിന് മുൻപ് വരെ TV ചാനലുകളിൽ വന്നിരുന്ന ന്യായീകരണ സിംഹങ്ങളായി ഗർജിച്ചിരുന്നവർ ഇപ്പോൾ ആടുകിടന്നടുത്ത് പൂട് പോലുമില്ലാത്ത അവസ്ഥയിലാണ്. ഞങ്ങൾ തോറ്റതല്ല, ജനങ്ങൾ ശരിയായി ചിന്തിക്കാത്തതാണെന്ന സ്ഥിരം പല്ലവി പാടാൻ പോലും പറ്റാത്ത വിധം അടിത്തറ ഇളകിയിരിക്കുന്നു. പിണറായി വിജയൻ എന്ന ബിംബം ഉടഞ്ഞു വീണപ്പോൾ അതിനടിയിൽ പെട്ടുപോയത് അണികളുടെ ആത്മവിശ്വാസം കൂടിയാണ്. കയ്യിലുണ്ടായിരുന്ന വോട്ടുകൾ ചോർന്നു പോയത് താഴെത്തട്ടിലെ ജനങ്ങളുമായുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടത് കൊണ്ടാണെന്ന് ഇനിയെങ്കിലും തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. വിദേശ യാത്രകളും ആഡംബര കാറുകളും കൊണ്ട് പടുത്തുയർത്തിയ കമ്മ്യൂണിസ്റ്റ് മോഡൽ കേരളത്തിലെ പച്ചയായ മനുഷ്യർക്ക് ദഹിച്ചില്ല എന്ന് വേണം കരുതാൻ. അടുത്ത 5 വർഷം ചുവന്ന കൊടി വീശാൻ AKG സെന്ററിന് പുറത്ത് ആളുണ്ടാകുമോ എന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ സംശയം. വിജയത്തിന്റെ മധുരം നുണയുന്ന UDF ക്യാമ്പുകളിൽ പടക്കം പൊട്ടുമ്പോൾ LDF ഓഫീസുകളിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകിയ സങ്കടത്തിലാണ് എല്ലാവരും. തോൽവി പഠിക്കാൻ കമ്മീഷനെ വെക്കാനും പരാജയത്തിന് മറ്റാരെങ്കിലും പഴിചരിക്കാനും പാർട്ടി സെക്രട്ടറി ഇപ്പോൾ തന്നെ തയ്യാറെടുക്കുന്നുണ്ടാവും. എന്തായാലും കേരളത്തിലെ വോട്ടർമാർ കാണിച്ചു തന്നത് ഒന്ന് തന്നെയാണ്: അധികാരം തലയ്ക്കു പിടിച്ചാൽ എത്ര വലിയ ക്യാപ്റ്റൻ ആയാലും വഞ്ചി കരക്കടുപ്പിക്കില്ല. ഇനി കുറച്ചുകാലം വിശ്രമിക്കാനും ആത്മപരിശോധന നടത്താനും ഇടതുപക്ഷത്തിന് ധാരാളം സമയമുണ്ട്. അടുത്ത തിരഞ്ഞെടുപ്പ് വരുമ്പോഴേക്കും പുതിയ പാക്കേജും പുതിയ മുഖവുമായി വരാൻ അണിയറയിൽ ഒരുക്കങ്ങൾ തുടങ്ങട്ടെ.